സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും തൃണമൂൽ കോൺഗ്രസ് UDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് സംസ്ഥാന കോർഡിനേറ്റർ നിസാർ മേത്തർ. PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കാനാണ് സാധ്യത. കൂടുതൽ സീറ്റിന് പാർട്ടിക്ക് അർഹതയുണ്ടെന്നും നിസാർ കണ്ണൂരിൽ പറഞ്ഞു. PV അൻവർ ബേപ്പൂരിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യതയെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ നിസാർ മേത്തർ പറഞ്ഞു. മരുമോനിസത്തിനെതിരെ മത്സരിക്കുമെന്ന് അൻവർ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഒന്നിലധികം സീറ്റിന് തൃണമൂൽ കോൺഗ്രസിന് അർഹതയുണ്ട്. UDF നിരന്തരം തോൽക്കുന്ന സീറ്റുകളാണ് തങ്ങൾ ചോദിച്ചിട്ടുള്ളത്. മരുമോനിസത്തിനും പിണറായിസത്തിനുമെതിരെ ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയായി ഞാൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതാണ്. അന്നു മുതൽ അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നും രാവിലെയും തുടർച്ചയായ സന്ദർശനങ്ങൾ ആ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. ഈ തൃക്കരിപ്പൂരാവട്ടെ, പൂഞ്ഞാറാവട്ടെ, അല്ലെങ്കിൽ ബേപ്പൂരാവട്ടെ, ഇതൊക്കെ സാധാരണഗതിയിൽ UDF നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റുകളാണ്. ഷുവർ സീറ്റ് ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് അർഹതയുണ്ടെന്നുകൊണ്ടും, പക്ഷെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. 140 സീറ്റിൽ എവിടെ മത്സരിക്കാൻ ടീം UDF പറഞ്ഞാലും അവിടെ മത്സരിക്കാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം ബോധിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ സീറ്റ് വേണമെന്ന് മുന്നണി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF പറയുന്നതെന്തും അനുസരിക്കും. മത്സരിക്കാൻ സീറ്റ് തന്നില്ലെങ്കിലും UDF വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും നിസാർ മേത്തർ പറഞ്ഞു. രക്തസാക്ഷി ഫണ്ട് പോലും കൈയിട്ട് വാരുന്ന അവസ്ഥയിലേക്ക് CPM നേതൃത്വം അധപ്പതിച്ചു. ഇതിനെതിരായ വികാരം തെരഞ്ഞെടുപ്പിലുണ്ടാകും. തൃണമൂൽ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ സംസ്ഥാന കൺവീനർ PV അൻവർ പ്രഖ്യാപിച്ചതായും നിസാർ വ്യക്തമാക്കി. VD ബിൻഡോയാണ് പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറിയായി അഷ്റഫ് പൂക്കോമിനെയും ട്രഷററായി ഹബീബിനെയും തെരഞ്ഞെടുത്തു. RSP മുൻ സംസ്ഥാന നേതാവായ BD ബിൻഡോ നേതൃത്വം നൽകിയ RSP യുണൈറ്റഡ് തൃണമൂൽ കോൺഗ്രസ് ലയിച്ചതായും നിസാർ മേത്തർ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് VD ബിൻഡോ, ജനറൽ സെക്രട്ടറി അഷ്റഫ് പൂക്കോം, ട്രഷറർ ഹബീബ്, വൈസ് പ്രസിഡന്റ് വിജയൻ മേക്കര, സെക്രട്ടറി റമീസ് K ഹമീദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.